ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോപ്പുലർ ലിറ്ററേച്ചർ പേപ്പറിലെ ദ ഷൂസ് ദാറ്റ് വെയർ ഡാൻസ് ടു പീസസ് എന്ന് പറയുന്ന ഫെയറി ടെയിൽ സ്റ്റോറിയാണ്. ഇത് കമ്പൈൽ ചെയ്തിരിക്കുന്നത് ബ്രദേഴ്സ് ഗ്രിം അഥവാ ഗ്രിം ബ്രദേഴ്സ് ആണ്. മറ്റ് രണ്ട് പേരുകളിൽ കൂടെ ഈ കഥ അറിയപ്പെടുന്നുണ്ട്. ദ 12 ഡാൻസിങ് പ്രിൻസസസ്, ദ വോൺ ഔട്ട് ഡാൻസിങ് ഷൂസ്, ദ ഷൂസ് ദാറ്റ് വെയർ ഡാൻസ് ടു പീസസ്. ഇങ്ങനെ 3 പേരുകളിലാണ് ഈ ഒരു ഫെയറി ടെയിൽ സെയിം കഥ അറിയപ്പെടുന്നത്. ഇറ്റ്സ് എ ജർമ്മൻ ഫെയറി ടെയിൽ കളക്റ്റഡ് ബൈ ദ ബ്രദേഴ്സ് ജേക്കബ് ആൻഡ് വിൽഹം ഗ്രിം ആൻഡ് പബ്ലിഷ്ഡ് ഇൻ ഗ്രിംസ് ഫെയറി ടെയിൽസ് ഇൻ 1815. സോ നമ്മൾ ഇന്ന് കേൾക്കുന്ന പല ഫെയറി ടെയിൽസും, ഈ നാടോടി കഥകൾ അല്ലെങ്കിൽ ഫെയറി ടെയിൽ സ്റ്റോറീസ് എന്ന് പറയുന്നതെല്ലാം ഗ്രിം എന്ന് പറയുന്ന 2 ബ്രദേഴ്സ്, ഗ്രിംസ് ബ്രദേഴ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഇവർ ഗ്രിംസ് ഫെയറി ടെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇവർ കേട്ടിട്ടുള്ള ഫെയറി ടെയിൽ കഥകളെല്ലാം കമ്പൈൽ ചെയ്ത് ഒരു വേർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് 1815. അതിനുള്ളിലുള്ളൊരു കഥയാണ് ദി ഷൂസ് ദാറ്റ് വെയർ ഡാൻസ് ടു പീസസ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സിൻഡ്രലയുടെ കഥയാവട്ടെ, റപ്പുൻസലിൻ്റെ കഥയാവട്ടെ, ഇതെല്ലാം ഈ ഒരു ഗ്രിംസ് ഫെയറി ടെയിൽസിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കഥയിലോട്ട് പോകുന്നതിന് മുന്നേ ജസ്റ്റ് എന്താണ് ഫെയറി ടെയിൽ എന്ന് നോക്കാം. Fairy tales are traditional stories, often for children, featuring magical or fantastical elements like mythical creatures, magic and often ending happily. സോ വളരെ ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള മിക്കപ്പോഴും ഈ കഥകളെല്ലാം കുട്ടികൾക്ക് വേണ്ടിയാണ്. നമ്മളൊക്കെ വളരെ ചെറിയ കുട്ടികളായിരുന്നപ്പോഴായിരിക്കും ഈ ഫെയറി ടെയിൽ സ്റ്റോറീസൊക്കെ കേട്ടിട്ടുണ്ടാവുക. മാജിക് ഉണ്ടാവും, ഫാൻറ്റസി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതൊന്നും ശരിക്കും നടന്ന കഥകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പുമില്ല. ബിക്കോസ് അത്രത്തോളം മാജിക്കും കാര്യങ്ങളും ഒക്കെയാണ്, ഫാൻറ്റസി വേൾഡിലാണ് ഈ കഥകളൊക്കെ നടക്കാറ്. കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാജിക് ഒരു എലമെൻ്റാണ്. ഇറ്റ്സ് ഓൾസോ ഫിക്ഷണൽ സെറ്റിംഗ്, സിമ്പിൾ ലാംഗ്വേജ്, മോറൽ ലെസൺസ് ഉണ്ടാവും. കഥയുടെ അവസാനം എന്തെങ്കിലും ഒരു മോറൽ സ്റ്റോറി ഉണ്ടാവും. ഹാപ്പി എൻഡിങ് ആയിരിക്കും. ആൻഡ് വി ഓൾസോ ഹാവ് എൻ ഓറൽ ട്രഡീഷൻ ഹിയർ. ഇത് കഥകൾ എഴുതപ്പെട്ടിട്ടുള്ളതല്ല, പറഞ്ഞ് കേട്ടറിവുള്ള കഥകളാണ്. ഗ്രിം ബ്രദേഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേട്ടറിവുള്ള കഥകൾ ഇവർ എഴുതി ചിട്ടപ്പെടുത്തി പബ്ലിഷ് ചെയ്തു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. നമ്മുടെ കഥയുടെ പേരെന്തായിരുന്നു? ദ ഷൂസ് ദാറ്റ് വെയർ ഡാൻസ് ടു പീസസ്. അപ്പം അങ്ങ് ദൂരെ ഫെയറി ടെയിൽ സ്റ്റോറീസ് എല്ലാം തുടങ്ങുന്നത് വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും. വൺസ് അപ്പോൺ എ ടൈം അങ്ങ് ദൂരെ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കിങ്ഡം ആയിരുന്നു അത്. അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. നമ്മുടെ രാജാവിന് 12 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്, 12 രാജകുമാരിമാർ. നമ്മുടെ രാജാവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവ് വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. പുള്ളിക്കാരനത് പരിഹരിക്കാനേ പറ്റുന്നില്ല. നമ്മുടെ രാജകുമാരിമാർക്ക് വൈകുന്നേരം എത്ര തന്നെ മനോഹരമായ ഷൂസ് കൊടുത്തു കഴിഞ്ഞാലും രാത്രി ഇരുട്ടി വെളുപ്പിനെ നോക്കുമ്പോഴത്തേക്കും ആ ഷൂസ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വോൺ ഔട്ട് ആയിട്ടുണ്ടാവും, തേഞ്ഞു പോയിട്ടുണ്ടാവും. ആസ് ഇഫ് അവർ രാത്രി ഫുൾ എന്തോ ഡാൻസ് കളിച്ചിരുന്ന പോലെ ഇതെല്ലാം ഷൂസ് എല്ലാം തേഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ ഇവർ രാത്രി ഉറങ്ങാൻ കിടന്നതിന് ശേഷം രാജാവ് പുറത്തു നിന്നും വാതിൽ കുറ്റിയിടുന്നുണ്ട്. അതിൻ്റെ താക്കോല് രാജാവിൻ്റെ പക്കലാണുള്ളത്. ഇവർ പുറത്തിറങ്ങാനുള്ള ഒരു ചാൻസും അതുകൊണ്ട് തന്നെ ഇല്ല. ഇവർ രാത്രി ഫുൾ ആ മുറിക്ക് ഉള്ളിലുണ്ട്. പക്ഷേ ഇവർ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഒരു സൗണ്ടും കേൾക്കുന്നുമില്ല. രാവിലെ ആകുമ്പോഴത്തേക്കും ഷൂസ് എല്ലാം തേഞ്ഞു പോയിട്ടുണ്ടാവും. ഈ മിസ്റ്ററി സോൾവ് ചെയ്യുന്ന ആളിന് രാജാവ് ഒരുപാട് റിവാർഡ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ബുദ്ധിപരമായിട്ട് സോൾവ് ചെയ്യുന്ന ആളിനെ ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് വരെ രാജാവ് ഓഫർ ചെയ്തു. പക്ഷേ ഈ ഓഫറിന് ഒരു മറുവശം കൂടെ ഉണ്ട്. എങ്ങാനും ഒരാൾ വന്ന് ഈ ചാലഞ്ച് ഏറ്റെടുത്തിട്ട് ശരിയായിട്ടത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്യും? ബിഹെഡ് ചെയ്യും, തല വെട്ടിക്കളയും. സോ അങ്ങനെ പലരും അവിടെ വന്നു ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തെങ്കിൽ പോലും രാജാവിൻ്റെ സോൾജേഴ്സിൻ്റെ സ്വോർഡ് കൊണ്ട് മരിക്കാനായിരുന്നു അവരുടെയൊക്കെ വിധി. ആർക്കും തന്നെ ഇത് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയന്ന് പോയിട്ട് പിന്നെ ആ നാട്ടിലെ ചെറുപ്പക്കാരൊന്നും ഈ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ പോലും തയ്യാറായില്ല. അങ്ങനെ ഇരിക്കവേ യുദ്ധത്തിൽ നിന്നൊക്കെ മടങ്ങിയെത്തിയ ഒരു സോൾജിയർ ഈ ഒരു ഓഫർ സ്വീകരിച്ച് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ പോകുകയെന്ന് പറയും. അപ്പോൾ ഇയാൾ സഹായിച്ചിട്ടുള്ള ഒരു ഓൾഡ് ലേഡി ഇയാൾക്ക് കുറച്ച് ഉപദേശം കൊടുക്കും. മാത്രമല്ല ഇയാൾക്കൊരു ഇൻവിസിബിലിറ്റി ക്ലോക്ക് ഗിഫ്റ്റായിട്ട് നൽകും. അപ്പോൾ ഇൻവിസിബിലിറ്റി ക്ലോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ദേഹത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കാണാം, പക്ഷെ നമ്മൾ അദൃശ്യരായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഇൻവിസിബിലിറ്റി ക്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ അദൃശ്യരായതുകൊണ്ട് തന്നെ നമ്മളെ ആർക്കും കാണാൻ പറ്റില്ല. എന്നിട്ട് നമ്മുടെ ലേഡി പുള്ളിക്കാരന് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കും. ഒന്ന്, ഈ ഇൻവിസിബിലിറ്റി ക്ലോക്ക് ഉപയോഗിക്കണം എന്ന് പറയും. 2, കൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞ്
കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഉപദേശം എന്ന് പറയുന്നത്, ഒരു വൈൻ ഗ്ലാസ് അവിടെ നിന്നും വൈൻ കൊടുക്കും. രാത്രിയാകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വൈൻ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ വൈൻ ഒരു കാരണവശാലും കുടിക്കരുത്. ഇത്രയും ഉപദേശങ്ങൾ നൽകിയിട്ടാണ് നമ്മുടെ ഈ ഓൾഡ് വുമൺ സോൾജിയറിനെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. സോ നമ്മുടെ ഓൾഡ് വുമൻ്റെ ഉപദേശമൊക്കെ കേട്ട് നമ്മുടെ ഈ സോൾജിയർ കിങ്ഡത്തിലെത്തുന്നുണ്ട്. സ്ഥലഞ്ചൊക്കെ ഏറ്റെടുത്തു എന്ന് പറയുന്നപ്പോൾ വലിയ ഗംഭീര സ്വീകരണമൊക്കെയാണ്. അങ്ങനെ രാത്രിയാവുന്നുണ്ട്. രാത്രിയാകുമ്പോഴത്തേക്കും രാജാവിൻ്റെ മൂത്ത മകൾ ഒരു കപ്പിൽ വൈനുമായിട്ട് സോൾജിയറിൻ്റെ അടുത്ത് എത്തും. സോൾജിയർ രാജ്ഞിയുടെ മുന്നേ വെച്ചിട്ട് ആ വൈൻ ഗ്ലാസ് മേടിക്കുകയും കുടിക്കുന്നത് പോലത്തെ ആക്ഷൻ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓൾഡ് ലേഡി പറഞ്ഞതനുസരിച്ച് പുള്ളി അത് എന്ത് ചെയ്യുന്നില്ല, കുടിക്കുന്നില്ല. കുടിച്ചു എന്ന് വരുത്തി നേരെ തൊട്ടടുത്ത നിമിഷം തന്നെ ഉറങ്ങിയതായിട്ട് ആക്ട് ചെയ്ത് അവിടെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളി ഉറങ്ങി എന്ന് വിശ്വസിച്ചുകൊണ്ട് രാജ്ഞിമാരെല്ലാവരും ഉണർന്ന്, നമ്മുടെ രാജകുമാരിമാരെ ഉണർന്ന് എങ്ങോട്ടോ പോകുന്നത് കണ്ടു. അപ്പോൾ ഇവർ ആ സ്ഥലത്തില്ല, ആ റൂമിൽ അവരില്ല എന്ന് ഉറപ്പായപ്പോഴത്തേക്കും സോൾജിയർ ഉറക്കമെണീറ്റ് നോക്കിയപ്പോഴേക്കും ഇവരുടെ കട്ടിലിൻ്റെ അടിയിൽ ഒരു സീക്രട്ട് പാത്വേ ഉണ്ട്. അത് സ്റ്റെയർ എങ്ങോട്ടോ ലീഡ് ചെയ്യുന്നു കാണുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും ഒരു റലമിലേക്ക്, അണ്ടർവേൾഡ് പോലൊരു സ്ഥലത്തേക്കാണ് ആ പടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ പടി ഇറങ്ങി ഈ രാജകുമാരിമാരെല്ലാം രാത്രിയത്തെ വേഷമേ ആയിരുന്നില്ല, ഡാൻസിങ് ഡ്രസ്സസ് ഇട്ട് ഈ ഡാൻസിങ് ഷൂസും ഇട്ടിട്ടാണ് അവർ താഴോട്ടിറങ്ങി പോകുന്നത്. 12 പേരും വളരെ മാജിക്കലായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ആ പടി ചെന്നെത്തി നിൽക്കുന്നത്. അവിടെ നമ്മുടെ സോൾജിയർ നോക്കിയപ്പോഴത്തേക്കും സ്വർണം കൊണ്ടുള്ള മരങ്ങളുണ്ട്, വെള്ളി കൊണ്ടുള്ള മരങ്ങളുണ്ട്, പ്ലാറ്റിനം കൊണ്ടുള്ള മരങ്ങളുണ്ട്. പ്ലാറ്റിനം അല്ല, ഡയമണ്ട് കൊണ്ടുള്ള മരങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ സ്വർണ്ണമരം, വെള്ളിമരം, പ്ലാറ്റിനം മരം, ഇങ്ങനെ നമ്മുടെ ഭൂമിയിൽ കാണപ്പെടാത്ത പലതും ഈ ഒരു പാത്വേ വഴി താഴോട്ട് പോയപ്പോഴേക്കും കാണാൻ പറ്റുന്നുണ്ട്. ആ പാത്വേ ചെന്ന് അവസാനിക്കുന്നത് ഒരു ലേക്കിലായിരുന്നു. ആ ലേക്കിൽ നിറയെ 12 ബോട്ട്, അതും ബോട്ട്സും വളരെ മാജിക്കലായിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി ആ ബോട്ടിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്കും ഓരോ ബോട്ടിലും ഓരോ പ്രിൻസ് ഉണ്ട്, ഓരോ രാജകുമാരന്മാരുണ്ട്. ഓരോ രാജകുമാരിമാരും ഈ ഓരോ രാജകുമാരന്മാരുടെ ബോട്ടിലേക്ക് കയറുകയും അതുവഴി എങ്ങോട്ടോ തുഴഞ്ഞു പോകുന്നതും കണ്ടു. അപ്പോൾ നമ്മുടെ സോൾജിയർ വെയിറ്റ് ചെയ്തു, ഓരോരുത്തരായിട്ട് കയറുന്നത് കണ്ട് അവസാനം 12ാമത്തെ രാജകുമാരി ബോട്ടിൽ കയറിയപ്പോഴത്തേക്കും സോൾജിയറും കൂടെ കയറി. ഇൻവിസിബിലിറ്റി ക്ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആർക്കും അയാളെ കാണാൻ പറ്റിയില്ല. പക്ഷേ പ്രിൻസിന് ഒരു ഡൗട്ട് തോന്നിയിട്ട് പറയുന്നുണ്ടായി, ഇന്ന് നമ്മുടെ ബോട്ടിന് അത്യാവശ്യം വെയിറ്റ് കൂടുതലാണ്. പക്ഷേ ആർക്കും നമ്മുടെ സോൾജിയറിനെ കാണാൻ പറ്റുന്നില്ല. സോൾജിയർ പതുങ്ങിയിരിക്കുവാണ്. ഇവർ നേരെ ചെന്നെത്തുന്നത് അതിമനോഹരമായൊരു കാസിലേക്കാണ്, ഒരു വലിയ കൊട്ടാരത്തിലേക്കാണ് ഇവർ എത്തപ്പെടുന്നത്. അവിടെ എത്തിയിട്ട് പുലരുവോളം ഇവരെല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡാൻസ് കളിച്ചാണ് ഇവരുടെ ഷൂസ് എന്ത് ചെയ്യുന്നത്, വോൺ ഔട്ട് ചെയ്ത് പോകുന്നത്, തേഞ്ഞു പോകുന്നത്. ഈ ഒരു രഹസ്യം നമ്മുടെ സോൾജിയർ കണ്ടുപിടിച്ചു. പക്ഷേ നമ്മുടെ കിങ്ങിൻ്റെ ഓഫറിൽ 3 ദിവസത്തെ സമയം ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ചുരുളഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ സോൾജിയർ വിചാരിച്ചു, ഞാനിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് കൺക്ലൂഷനിലെത്താണ്ട് ഇനി 2 ദിവസം ഉണ്ടല്ലോ, അതുകൊണ്ട് അടുത്തൊരു ദിവസം കൂടെ ഇവരെ ഫോളോ ചെയ്ത് നോക്കാം. അങ്ങനെ 2ാമത്തെ ദിവസം ഇതേ റുട്ടീൻ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ സോൾജിയർ എന്ത് ചെയ്യുന്നില്ല, വൈന് കുടിക്കുന്നില്ല, ഉറങ്ങിയതായിട്ട് അഭിനയിക്കുന്നു. എന്നിട്ട് ഇവർ പോകുന്ന ഇതേ പാത്വയിലൂടെ പോകുന്നുണ്ട്. സോ അങ്ങനെ 3ാമത്തെ ദിവസം എത്തിയപ്പോഴത്തേക്കും സോൾജിയർ വന്ന് കിങ്ങിൻ്റെ മുന്നിൽ ഈ സത്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയാണ്, ഇതൊരു പാത്വയിലേക്ക് പോകുന്നുണ്ട്, അവിടെ പോയിട്ട് ഇവർ ഡാൻസ് കളിക്കുന്നത് കാരണമാണ് ഷൂസ് വോൺ ഔട്ട് ആവുന്നതെന്നുള്ള സത്യം രാജാവിനോട് പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടിട്ട് നമ്മുടെ റാണിമാരെല്ലാവരും ഞെട്ടിപ്പോയി. എന്നിട്ട് ഇവർ പറയുന്നുണ്ടായി, ഇതൊന്നും സത്യമല്ല, ഇയാൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് പറയും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ സോൾജിയർ, ബുദ്ധിമാനായ സോൾജിയറിൻ്റെ കയ്യിൽ അതിനൊക്കെ പ്രൂഫ് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ആ സ്വർണ്ണ മരത്തിൻ്റെ ഒരു ചില്ല, വെള്ളി മരത്തിൻ്റെ ഒരു ചില്ല, ഡയമണ്ട് മരത്തിൻ്റെ ഒരു ചില്ല, ഈ ബ്രാഞ്ചസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് 2ാമത്തെ ദിവസം സോൾജിയർ ഇവരെ ഫോളോ ചെയ്ത് പോയത്. മാത്രമല്ല കാസിലിനുള്ളിൽ നിന്നും ഇയാളൊരു ഗോബ്ലെറ്റ് അഥവാ ഒരു കപ്പും കൂടെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ആ കപ്പ് ഉയർത്തി കാണിച്ചിട്ടാണ് ഈ സത്യങ്ങളെല്ലാം പിന്നീട് പറയുന്നത്.